ഹലോ, അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് പെയിൻറ്റിങ് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട്. എനിക്ക് ചെറിയ ഒരു ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടും അതുപോലെ നമ്മുടെ ഷോപ്പ് തുടങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് തുടങ്ങിയതിൻ്റെ തിരക്കൊക്കെ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ജാക്കറ്റിൽ, അതായത് എനിക്ക് ഷോപ്പിലേക്ക് ഓൾറെഡി ഉള്ള ഒരു വർക്ക് തന്നെയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ എംബ്രോയിഡറി ജാക്കറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമ്മൾ സെയിലായി ആവും ചെയ്തു. പിന്നെ നമുക്കത് ചെയ്തിടാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലത്തെ പ്ലെയിൻ ജാക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇനി തൊട്ട് അത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജാക്കറ്റിനകത്ത് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ് കേട്ടോ ചെയ്യാൻ പോണേ. അത് ക്രിസ്മസിൻ്റെ ബെല്ലാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സർക്കിൾ കിട്ടുന്ന തരത്തിൽ എടുക്കുക. എന്നിട്ട് ഇത് ഫ്രിക്സിയോൺ പെന്നാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇത് ആമസോണിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. വില കുറച്ച് കൂടുതലാണ്. ഈ ഫ്രിക്സിയോൺ പെന്നിനകത്ത് നമുക്ക് എവിടെയൊക്കെയാണോ ഇങ്ങനെ സർക്കിൾ വേണ്ട അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ജാക്കറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് 12 ഇഞ്ചിൻ്റെ ഒരു ഹൂപ്പാണ്. നെക്സ്റ്റ് നമ്മൾ ക്രോ സർക്കിൾ വെച്ചിട്ട് ഉള്ളിലത്തെ വട്ടം എത്രയാണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വരെ ആർട്ട് ഇരിക്കാം. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു സൈസിൽ സർക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിൽ ലുക്ക് വരുന്നത് ഒരു ബിഗ് സർക്കിളും ഒരു സ്മോൾ സർക്കിളും കൂടിയായിട്ട് വരും. ഇതെല്ലാത്തിലും വരച്ചു കൊടുക്കുക. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. ഡെയ്സി ഫ്ലോറൽസ് ബ്ലൂവിൽ പ്രത്യേക ഒരു ഭംഗി വരുന്നതാണ് വൈറ്റിന്. പിന്നെ നമുക്ക് ഏത് ഡ്രസ്സ് ഉള്ളിലിട്ടാലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളറും കൂടിയാണല്ലോ. അപ്പോൾ ദെൻ ഇങ്ങനെ ഈ പെറ്റൽസ് വരച്ചു കൊടുക്കുക. അത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ വരയ്ക്കണം പെറ്റൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പെയിൻറ്റ് ചെയ്യാൻ പോകാറ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഏത് പെയിൻറ്റ് യൂസ് ചെയ്യണമെന്ന്. സാധാ ഫെവിക്രിലിൻ്റെ അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്താൽ മതി. നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് വേറെ പെയിൻറ്റ് കിട്ടും കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യം ഈ ഒരു ക്ലോത്തിലേക്ക് വേണമെന്നില്ല. ഇത് ഒരു 2-3 കോട്ട് അടിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെറ്റൽസിന് വൈറ്റും ഉള്ളിൽ യെല്ലോയും 2 പെയിൻറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ജാക്കറ്റാണ്. എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളി ജാക്കറ്റാണ് കേട്ടോ.